ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ഈ മുമ്പിലിരിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ചിന്തകളെ അങ്ങയുടെ ചിന്തകളാക്കി മാറ്റണമേ. വചനം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഏറ്റവും താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഏറ്റവും താഴ്മയുടെ അമ്മയായിരുന്നു. ആ അമ്മയുടെ ജീവിതത്തിൽ വചനം ഏറ്റവും അധികം പ്രവർത്തിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എളിമയോടെ ശാന്തതയോടെ വചനത്തിന് മുമ്പിലായിരിക്കുവാൻ ഞങ്ങൾക്ക് നിൻ്റെ ആത്മാവിനെ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് ക്ഷമയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ശത്രുക്കളോട് ക്ഷമിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതിനുശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടാവാം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വചനമാണിത്. കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ ആഴം നമ്മൾ ശരിക്കും ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് തുടർന്ന് പറയുകയാണ്: നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അവസാനം കർത്താവ് പറയുകയാണ്: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മനസ്സെന്താണെന്ന് നമ്മൾ അറിയണം. പിതാവിൻ്റെ മനസ്സെന്താണെന്ന് വചനത്തിലൂടെ നമ്മെ പറയുകയാണ്. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും എല്ലാം, ഏത് പാപി ആയിക്കൊള്ളട്ടെ, ഏത് വിശുദ്ധനായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും മേൽ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ചൊരിയണം. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ്. മനുഷ്യരുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെന്നിരിക്കുക. 5 മക്കളുണ്ടെങ്കിൽ 5ഉം 5 സ്വഭാവമായിരിക്കും. ഏറ്റവും വഷളത്തരം കാണിച്ച് നടക്കുന്ന ഒരാളുണ്ടാവാം, ഏറ്റവും വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാളുണ്ടാകാം, എന്നാൽ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ആളുകളുണ്ടാവാം. സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ വഷളത്തരം കാണിച്ച് നടക്കുന്ന മകനോട് അല്ലെ മകളോട് ഒരല്പം നീരസം ഏത് മാതാവിനും ഏത് പിതാവിനും തോന്നും. അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും മേൽ വർഷിക്കുമ്പോൾ ഒരു ചെറിയൊരു അനുഗ്രഹത്തിൻ്റെ കുറവ് ഈ വഷളത്തരം കാണിച്ച് നടക്കുന്ന ആളുടെ മേൽ ഒരു ചെറിയൊരു കുറവുണ്ടാകും. ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്. ദൈവത്തിൻ്റെ മനസ്സെന്താ പറയണത്? നീതിരഹിതനായിട്ടുള്ള ആളുടെ മേൽ, നീതി പ്രവർത്തിക്കുന്ന ആളുടെ മേൽ, ഹൃദയ കാഠിന്യമുള്ള ആളുടെ മേൽ, എല്ലാ ആളുകളുടെയും മേൽ കർത്താവിന് ഒരേ മനസ്സാണെന്നാണ് ഇപ്പോൾ നമ്മുടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്: നീ നിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെ അന്വേഷിച്ചിട്ട് നീ നിൻ്റെ ചുറ്റുപാടുകളും അസ്വസ്ഥപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും കണ്ടിട്ട് നീ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഈ അടുത്ത് കണ്ട ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണെന്ന് വെച്ചാൽ, ഈ അടുത്ത് കണ്ട വ്യക്തി പറഞ്ഞത് ഇതാണ്: ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീട്ടിലെ ചില അസ്വസ്ഥതകൾ, ജീവിത പങ്കാളിയുടെ ചില സ്വഭാവ പ്രത്യേകതകൾ ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല.
അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു. പിതാവിൻ്റെ മനസ്സ് നമ്മൾ നോക്കുക. എന്താണ് പിതാവിൻ്റെ മനസ്സ്? നീതിയില്ലാതെ പെരുമാറുന്ന ആൾ, നീതിയോടെ പെരുമാറുന്ന ആൾ, എല്ലാവരെയും കാണുന്ന ഒരു മനസ്സ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനസ്സ്. നീതിയില്ലാത്ത മനുഷ്യൻ നീതിയുള്ളവനായി മാറുന്ന ഒരു അവസ്ഥ ദൈവ സ്വപ്നം കാണുന്നുണ്ട്. കർത്താവിൻ്റെ മനസ്സിനെ പ്രത്യേകം കർത്താവ് തന്നെ പരിപൂർണരായിരിക്കുക, ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കുക. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പൂർണ്ണതയുള്ളത്. നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് പൂർണ്ണതയില്ലെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഈ മനസ്സാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. ചില കാര്യങ്ങൾ കാണുമ്പോൾ അസ്വസ്ഥപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം നമ്മൾ കളയുകയാണ്. വാസ്തവത്തിൽ ആരാണ് ഈ അസ്വസ്ഥത കൊണ്ടുവന്ന് തരുന്നത്? പൈശാചികമായിട്ടുള്ള ഒരു ശക്തിയാണ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ചുറ്റുപാടുള്ള കാണുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട്, ഒരു വ്യക്തിയുടെ ദുർനടപ്പ് കണ്ടിട്ട്, ഒരു വ്യക്തിയുടെ മോശം ജീവിതം കണ്ടിട്ട് നിങ്ങൾ എന്തിനാ ഇത്ര അസ്വസ്ഥതപ്പെടുന്നത്? ദൈവത്തിന് സ്വർഗസ്ഥനായ പിതാവ് എത്രത്തോളം അസ്വസ്ഥപ്പെടണം? ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ആ വ്യക്തിയുമായിട്ടുണ്ടാവുകയാണെങ്കിൽ, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നതാണെങ്കിൽ, കർത്താവ് പറയുന്നതാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുവാൻ. ആ വ്യക്തി മൂലം എന്ത് അസ്വസ്ഥത നിനക്കുണ്ടായോ അതിൽ ദൈവമായ കർത്താവ് ശ്രദ്ധാലുവാണ് എന്ന് പറഞ്ഞാൽ, ദുഷ്ടരുടെയും മേൽ, ശിഷ്ടരുടെയും മേൽ, നല്ലവരുടെയും മേൽ എല്ലാ അനുഗ്രഹം ചൊരിയുന്ന കർത്താവ് നീ നന്മ പ്രവർത്തിക്കുമ്പോഴും നീ നന്നായിട്ട് ജീവിക്കുമ്പോഴും നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വേറൊരു വ്യക്തി എന്ത് തോന്നിവാസം നിന്റെ ജീവിതത്തിൽ കാണിച്ചാലും, അല്ലെങ്കിൽ നീ ഒരു നല്ല സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തി ഏതൊക്കെ മോശമായ ജീവിതം നയിച്ചിട്ട് ആ സമൂഹത്തെ മുഴുവൻ ലോകം താറടിക്കുന്നതാണ് കാണുമ്പോഴും നീ ഇതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഉത്കണ്ഠ, നിന്റെ അസ്വസ്ഥത, നിന്റെ വേദന ദൈവത്തിൽ സമർപ്പിക്കുക. കാരണം നീ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തെങ്കിൽ, നിന്റെ കുടുംബം ഒരു നല്ല കുടുംബമായിട്ട് സ്വർഗം പോലെ വളർത്താൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വേറെ ആൾക്കാർ പലതും പറയുന്നത് കണ്ടിട്ട് നീ അസ്വസ്ഥപ്പെടേണ്ട ഒരു കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ സമൂഹത്തിൻ്റെ മേൽ ഞാൻ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നോക്കുക, ദൃശ്യമാധ്യമങ്ങൾ നോക്കുക, സാമൂഹിക മാധ്യമങ്ങൾ നോക്കുക. ഓരോ ചെറിയൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു 10 പേര് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികളെ നോക്കിയിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ താറടിച്ച് കളയുന്ന ചില സംവിധാനങ്ങൾ, ചില രീതികളൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലൊന്നും നമ്മൾ നിരാശപ്പെടുകയോ ഇതിലൊന്നും നമ്മൾ അസ്വസ്ഥപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പിതാവിൻ്റെ മനസ്സെന്താണ്, നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സെന്താണ്, നമ്മൾ ഇത് മാത്രം നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ മനസ്സെന്താണ്? എല്ലാവരുടെയും മേൽ ദൈവം ഒരു നല്ല ഹൃദയത്തോടെ കർത്താവ് കാണുക, എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. എന്ത് അസ്വസ്ഥതയുണ്ടോ അത് ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിദ്വേഷിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ കമൻറ്റ് പറയേണ്ട കാര്യമില്ല. തെറി പറയുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ കമൻറ്റ് പറയേണ്ട കാര്യമില്ല. മോശമായ രീതിയിൽ നമ്മളെ പുച്ഛിച്ച് തള്ളുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ കമൻറ്റ് പറയേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ് എൻ്റെ പിതാവിൻ്റെ മനസ്സ്, എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ്. ഞാൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്, ഒരു ആത്മീയ വ്യക്തിയാണ്, ആത്മീയ ജീവിതമാണ് എനിക്കുള്ളതെങ്കിൽ കർത്താവ് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നീയും പരിപൂർണരായിരിക്കുക. ഇത് അത്ര ഈസിയുള്ള കാര്യമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് എടുത്തു നോക്കുക. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയിലുണ്ടാകുന്ന ചില കുറവുകൾ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ചില കുറവുകളായിരിക്കാം. മക്കളിലുണ്ടാകുന്ന ചില കുറവുകൾ ഒരിക്കൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒരിക്കൽ പോലും മനസ്സിലാകാൻ പറ്റാത്ത കുറവുകളായിരിക്കാം. എങ്ങനെയാണ് മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുന്നത്? എങ്ങനെയാണ് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നമുക്കൊരു സമാധാനത്തോടെ പെരുമാറാൻ പറ്റുക? എങ്ങനെയാണ് വലിയ ദേഷ്യത്തോടെ, വലിയ കോപത്തോടെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ സമചിത്തതയോടെ നമുക്ക് പെരുമാറാൻ സാധിക്കുക? ഇതിനെക്കുറിച്ച് നമ്മളൊരു അല്പനേരം ചിന്തിക്കണം. ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ നമ്മളെ പരിഹസിക്കുമ്പോൾ അവരുടെ മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ ശാന്തമായിട്ട് നിൽക്കേണ്ടത്? എങ്ങനെയാണ് കർത്താവ് പറഞ്ഞ ഈ ഒരു പരിപൂർണ്ണം നമ്മൾ അനുഭവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് സമാധാനം വരും, ഒരുപാട് സന്തോഷം വരും, ഒരുപാട് ആളുകളെ ദൈവത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. ഒരു കുടുംബത്തിലെ എല്ലാ മക്കളെയും, വഴിപിഴച്ചു പോയവരെയും വഴി പിഴയ്ക്കാത്തവരെയും എല്ലാവരെയും ഒരുപോലെ കൃപയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്ക് സാധിക്കും. ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ആൾക്ക് സാധിക്കും. ഒരു സമൂഹത്തിൽ ഒരു നന്മ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കുക.
പലപ്പോഴും ഈ ലോകം നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്, പല പ്രാക്ടീസുകൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ ആത്യന്തികമായിട്ട് ഒരു ദൈവിക പദ്ധതിയിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു ആത്മീയ വ്യക്തിയാണ് നീയെങ്കിൽ, ഒരു ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം ജീവിതത്തിൽ മറ്റുള്ളവരെ ഓർത്ത് അസ്വസ്ഥപ്പെടാതെ കർത്താവിൻ്റെ വചനഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കണം. യേശോയുടെ മനസ്സ് എന്താണെന്ന് ശരിക്കും നമ്മൾ പഠിക്കണം. ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ടത് കർത്താവിൻ്റെ മനസ്സാണ്. കുടുംബത്തിൽ നമ്മൾ ഓരോ ദിവസവും പഠിക്കാൻ ശ്രമിക്കുന്നത് ജീവിത പങ്കാളിയുടെ മനസ്സാണ്. ഒരു ദിവസം പഠിച്ച മനസ്സല്ല പിറ്റത്തെ ദിവസം നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് കൂടെയുള്ള കൂട്ടുകാരൻ്റെ മനസ്സാണ്. ഇന്ന് കണ്ട മുഖമല്ല നാളെ കാണുന്നത്. മനസ്സിൽ എന്താണുള്ളത് അതാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത്. പലതരത്തിലുള്ള മുഖങ്ങൾ കാണുന്നു. മക്കളുടെ മനസ്സാണ് ഇന്ന് ഓരോരുത്തർ പഠിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് പഠിച്ചിട്ട് എവിടെ എത്തി? മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ വലിയ നിലയിലാക്കി, അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്റ്റലുകളിലൊക്കെ പഠിപ്പിക്കാൻ വിട്ടിട്ട് മക്കൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാണുന്നത് മക്കളുടെ മനസ്സ് മാറി മറിഞ്ഞിരിക്കുന്നതാണ്. കലക്കവെള്ളം പോലെയുള്ള ജീവിതമാണ് കാണുന്നത്. അപ്പം മക്കളുടെ മനസ്സ് പഠിക്കാൻ, അല്ലെ ചുറ്റുമുള്ള ആളുകളുടെ മനസ്സ് പഠിക്കാൻ, അല്ലെ ഒരു സമൂഹത്തിൻ്റെ മനസ്സ് പഠിക്കാൻ, ജീവിത പങ്കാളിയുടെ മനസ്സ് പഠിക്കാൻ അല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. കുറവുകളുള്ള ആളുകളുടെ മനസ്സ് പഠിക്കാൻ നമ്മൾ പരിശ്രമിച്ചതുകൊണ്ടോ അതിനെ മറികടക്കാൻ ശ്രമിച്ചതുകൊണ്ടോ നമ്മുടെ ജീവിതം വിജയിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ മനസ്സിലാക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നറിയാവോ? കർത്താവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം, കർത്താവിൻ്റെ ഈ സുവിശേഷം നമ്മൾ പഠിച്ചു തുടങ്ങണം. യേശു എന്ന വ്യക്തിയുടെ മനസ്സറിയുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിച്ചു തുടങ്ങുക. മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നമുക്കൊന്ന് സഹതാപത്തോടെ നോക്കാൻ സാധിക്കുക. മറ്റുള്ള വ്യക്തികളുണ്ടാകുന്ന ചെയ്യുന്ന കുറ്റങ്ങളെയൊക്കെ യേശുവിൻ്റെ കണ്ണുകളോടെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുക. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ദിവസവും ഏത് വ്യക്തി ആയിക്കോട്ടെ, ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ വചനം എടുത്ത് നമ്മൾ ധ്യാനിക്കണം. സുവിശേഷം എടുത്തിട്ട് ഒരു അര പേജെങ്കിലും നമ്മൾ വായിക്കണം. കർത്താവിൻ്റെ ഈ വചനം വായിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, അത് ഉദ്ദേശിച്ച ഫലം തന്നെ പുറപ്പെടുവിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ നിന്നും നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. അപ്പോൾ യേശു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ, യേശു എങ്ങനെയാണ് കുറവുള്ള മനുഷ്യരുമായിട്ട് സംസാരിച്ചത്? ഈ ഒരു അര പേജ് ബൈബിള്, അര പേജ് സുവിശേഷം എല്ലാ ദിവസവും നമ്മൾ ആത്മാർത്ഥമായിട്ട് വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ഒരു ഉള്ളിലേക്ക് ഒരു പ്രകാശം വന്നു നിറയുന്നുണ്ട്. കുടുംബത്തിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു അര പേജ് ബൈബിൾ വായിക്കുന്ന ഒരു കുടുംബത്തിൽ അറിയാതെ ഒരു പ്രകാശം വരുന്നുണ്ട്. കാരണം നമ്മളിത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. യേശു ഇതാ പാപിനിയായ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു. നമ്മൾ അറിയാതെ ആ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇതാ നമ്മൾ വീണ്ടും വായിക്കുകയാണ്, യേശു സക്കേവൂസിനോട് സംസാരിക്കുന്നു. നമ്മൾ അറിയാതെ സക്കേവൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സക്കേവൂസ് എന്ന് പറയുന്നത് ദുഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യനായിക്കൊള്ളട്ടെ, ആ മനുഷ്യൻ്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞു. കുറവുകളുള്ള ഈ മനുഷ്യനെ എങ്ങനെയാണ് ദൈവം നേരിട്ടത്? അറിയാതെ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും നോക്കുക, യേശു ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നത്. യേശു സംസാരിക്കുന്നത് പത്രോസിനോട് സംസാരിക്കുന്നത് നോക്കുക. പത്രോസ്, യേശു, ശിഷ്യന്മാരെന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഇത് നമ്മുടെ കുടുംബമാണ്. 12 പേരെന്ന് പറഞ്ഞാൽ 12 സ്വഭാവമുള്ള ആളുകൾ. യേശു ഇതാ ഒരമ്മയെ പോലെ, ഒരപ്പനെ പോലെ സ്നേഹം കൊടുത്ത് പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും യേശു നോക്കി നടത്തുക. എന്തോ ഒരു കുടുംബമാണ് വാസ്തവത്തിൽ അത്. പക്ഷേ 12നും 12 സ്വഭാവമാണ്. തള്ളിപ്പറയുന്ന പത്രോസിനെ എങ്ങനെയാണ് കർത്താവ് നേരിടുന്നത്? പത്രോസ് തള്ളിപ്പറഞ്ഞു, അസ്വസ്ഥതപ്പെട്ട് ഇനി ഒന്നും നടക്കില്ല. അങ്ങനത്തെ ഒരു രീതിയല്ല. പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് പത്രോസിനെ കുറിച്ചുള്ള ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഈശോ ഓരോ വ്യക്തിയെ നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ മനസ്സിൽ അറിയാതെ പതിഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ട ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ, നാട്ടുകാരെല്ലാവരും കൂടെ പരിഹസിച്ച ഒരു സ്ത്രീയെ, ആരും ആശ്രയിക്കാനില്ലാത്ത ഒരു സ്ത്രീയെ, ഇതാ യേശു ഒരു യഹൂദനാണ്, വേണമെന്നുണ്ടെങ്കിൽ യഹൂദരുടെ കൂടെ കൂടിയിട്ട് ആ സ്ത്രീയെ അവഹേളിക്കാമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് കർത്താവ് അതിനെ നേരിട്ടത്? അസ്വസ്ഥപ്പെടുന്ന ആളുകളോട് കർത്താവ് എങ്ങനെയാണ് പ്രതികരിച്ചത്? അതാണ് കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നു. കർത്താവ് എന്താണ്? ശിഷ്ടരുടെയും മേൽ ദുഷ്ടരുടെയും മേൽ കൃപ വർഷിക്കുന്നു. പാപം ചെയ്ത ആ സ്ത്രീയെയും പിതാവ് നോക്കിയ ഒരു കണ്ണുണ്ട്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഇതാ ബെത്സൈദ കുളക്കരയിൽ കഴിഞ്ഞ ആ ഒരു മകനെ കർത്താവ് നോക്കിയത്. അവന് യേശുവിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? വെറുതെ കുറേ പരിഭവങ്ങൾ, കുറേ പരാതികൾ, കുറേ അസ്വസ്ഥതകളെല്ലാം കർത്താവിൻ്റെ അടുത്ത് വെറുതെ പറയുകയാണ്. കർത്താവ് എങ്ങനെയാണ് അവനെ ഡീൽ ചെയ്തത്? ഇവിടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളറിയാതെ ഈ വ്യക്തികളെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കൂടുന്നുണ്ട്.
അപ്പോൾ കർത്താവിൻ്റെ ഈ കൃപയാണ് നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടുന്നത്. ഈ വചനം വായിച്ചു കഴിഞ്ഞിട്ട്, ഈ സംഭവം വായിച്ചു കഴിഞ്ഞിട്ട്, ഈ വ്യക്തികളെക്കുറിച്ചുള്ള ആശയങ്ങൾ, ഈ വ്യക്തികളെക്കുറിച്ചുള്ള കൃപകൾ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവിൻ്റെ ഈ കൃപ മെല്ലെ മെല്ലെ വർക്ക് ചെയ്തു തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ ദിവസവും നമ്മൾ അസ്വസ്ഥപ്പെടാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, പിതാവിൻ്റെ മനസ്സ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ, എല്ലാവരെയും ഒരു സമചിത്തതയോടെ കാണണമെന്നുണ്ടെങ്കിൽ, ഒരു സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ, ദൈവം തരുന്ന കൃപയില്ലാതെ, കർത്താവിൻ്റെ മനസ്സില്ലാതെ, ഈശോയുടെ മനസ്സില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ഈശോ തരുന്ന ഒരു അഭിഷേകം സ്വീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ചുറ്റുമുള്ള ആളുകളിലേക്കോ, മറ്റുള്ളവരുടെ കളിയാക്കലുകളിലേക്കോ, മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലേക്കോ, അസ്വസ്ഥതകളിലേക്കോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് യേശു പറഞ്ഞ വാക്ക് എന്താണ്? യേശു പറഞ്ഞത്, അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ വർഷിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നവരോട് തിരിച്ച് നമ്മൾ അസ്വസ്ഥതപ്പെടുത്തിയാൽ അതിൽ എന്ത് കാര്യമാണ് അതിലുള്ളത്? കർത്താവ് ചോദിക്കുകയാണ്, അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അസ്വസ്ഥപ്പെട്ട ജീവിതം മുന്നേറിക്കൊണ്ടേയിരിക്കും. കർത്താവ് പറയുന്നു, വചനം വായിക്കുക, ഓരോ കൃപകളും ഓരോ രൂപങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിറയും. ഓരോ ആശയങ്ങളും കൃപയായിട്ട് മാറും. എന്നിട്ട് ഈ ശക്തി സ്വീകരിക്കണം. വചനം വായിക്കുക എന്ന് പറഞ്ഞാൽ ശക്തി സ്വീകരിക്കുക എന്നാണ് അതിനർത്ഥം. വചനം വായിച്ച് കൃപ സ്വീകരിച്ച് ആ ഒരു അഭിഷേകത്തിൻ്റെ നിറവിൽ മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ അസ്വസ്ഥതകളും നമ്മുടെ ഉള്ളിൽ നിന്ന് താനെ മാറിപ്പോകും. എല്ലാ കുറ്റപ്പെടുത്തലുകളും നമുക്ക് അതിനെ അംഗീകരിക്കുവാനും ആ കുറ്റപ്പെടുത്തലുകളെ നന്മയാക്കി മാറ്റുവാനും ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ മെല്ലെ മെല്ലെ പ്രവർത്തിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ കുടുംബത്തിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളുടെ മേൽ കൃപ ഒഴുക്കണമെന്നുണ്ടെങ്കിൽ ദൈവിക ശക്തി നമുക്ക് വേണം. വചനം വായിച്ചിട്ട് വചനത്തിലെ ഓരോ കൃപയെ നമ്മൾ സ്വീകരിക്കണം. രണ്ടാമതായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, അസ്വസ്ഥതപ്പെടുത്തുന്ന ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. ഓരോ ദിവസവും നമ്മളൊരു ആത്മീയ വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുടുംബം ഒരു ആത്മീയ കുടുംബമാണെന്ന് മനസ്സിലാക്കണം. ചുറ്റുമുള്ള കുടുംബങ്ങൾ ആത്മീയ കുടുംബങ്ങളായിക്കോട്ടെ അല്ലാതായിക്കൊള്ളട്ടെ, ആത്മീയ കുടുംബമായി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മളെ തന്നെ നവീകരിക്കുക. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരിപൂർണരായി മാറുവേൻ. ഇപ്പം പരിപൂർണരല്ല, കുറച്ച് കഴിയുമ്പോൾ പരിപൂർണരായി മാറും. അതിനെന്താ ചെയ്യേണ്ടത്? ഓരോ ദിവസം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ഓരോ ദിവസം നമ്മളെ വിട്ടുകൊടുക്കുക. പല വ്യക്തികളും ജീവിതത്തിൽ വീണ് പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് നമ്മൾ തിരിച്ചറിയണം. പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവരവരുടെ ജീവിതം വിട്ടുകൊടുത്തത് ആത്മീയതയിലേക്കല്ല. ചില വ്യക്തികൾ അവരുടെ ജീവിതം വിട്ടുകൊടുത്തത് ക്രിസ്തുവിലേക്കല്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും വചനം വായിക്കണമെന്ന് പറയുമ്പം കർത്താവിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചു വിടുകയാണ്. ഓരോ ദിവസവും ആത്മീയമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണം. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവം പറഞ്ഞല്ലോ പരിപൂർണനായി മാറുക. ഇപ്പം ഞാൻ പരിപൂർണനല്ല, ഇപ്പം നീ പരിപൂർണയല്ല. ഒരു പരിപൂർണതയിലേക്ക് ഒരു വളർച്ചയുണ്ടെന്ന് ദൈവത്തിന് പോലും അറിയാം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പറയാം, ഇന്ന് ക്ഷമിക്കേണ്ട എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷമിക്കേണ്ട എല്ലാ മേഖലകളിലും ഇടപെടും. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലൊരു ശക്തി തരും. തൊട്ടടുത്ത ദിവസം എഴുന്നേൽക്കുക. കുടുംബത്തിൽ അടുത്ത എന്താണ് ഏറ്റവും വലിയൊരു അസ്വസ്ഥത വരുന്നത്? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ഒരു രീതിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവമേ, കുറ്റപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും ഇന്ന് നിൻ്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഈ ഒരു മേഖലകളെ ശക്തിപ്പെടുത്തണമെന്ന് പറയുക. ഇതാ വീണ്ടും ഒരു പരിപൂർണതയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ദിവസം നമ്മളെ ആകുലപ്പെടുത്തുന്ന വേറെ ഏതെങ്കിലും ഒരു മേഖലയാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഒരു വ്യക്തി ശരീരത്തിൽ പാപം ചെയ്യാനുള്ള ഒരു പ്രേരണയായിരിക്കാം. ആ പ്രേരണയുള്ള വ്യക്തി എന്ത് ചെയ്യണം? ആ തൊട്ടടുത്ത് എഴുന്നേറ്റ് ആദ്യം തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് ഇത് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥതപ്പെടും. പ്രിയപ്പെട്ടവരെ, ചുറ്റുമുള്ള ചില വ്യക്തികളെ ചില പ്രലോഭനങ്ങളുമായി ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ ആ വ്യക്തി അസ്വസ്ഥപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അസ്വസ്ഥത ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ദൈവകരങ്ങളിലേക്ക് അസ്വസ്ഥതയുടെ മേഖലയെ, ശരീരത്തിൽ പാപം ചെയ്യുന്നതിനുള്ളൊരു പ്രേരണയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ദൈവ തിരുസന്നിധിയിൽ മുട്ടുകുത്തിയെന്നാണെങ്കിൽ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കണം. ഒരു സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ഈ ഒരു മേഖലയെ നിന്റെ തിരുസന്നിധി സമർപ്പിക്കുന്നു. ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, മദ്യത്തിന് അടിമപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ആത്മീയമായിട്ട് നമ്മളൊരു ശക്തി പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ശക്തി പ്രാപിച്ചു കഴിയുമ്പം ചുറ്റുമുള്ള കാര്യങ്ങളോ ചുറ്റുമുള്ള പ്രലോഭനങ്ങളോ ഒന്നും ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മേഖലകളായിട്ട് മാറില്ല. കർത്താവെ, മദ്യത്തിൻ്റെ ഒരു മേഖലയെ ഇന്നത്തെ ദിവസം ഞാൻ നിൻ്റെ കൈകളെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവെ നയിക്കണമേ എന്ന് പറഞ്ഞ് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയും ശക്തമായിട്ട് നമ്മളിലൂടെ പ്രവർത്തിക്കുകയും ആ ദിവസത്തിന് വേണ്ട ശക്തി തരും. അപ്പോൾ ഓരോ ദിവസവും ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ ചെയ്യേണ്ട കാര്യം ഈ
പരിപൂർണതയിലേക്ക് വളരുക. ആത്മീയമായിട്ട് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയെടുക്കണം പ്രിയപ്പെട്ടവരെ. ഒരു കുടുംബത്തിൽ 2000-ത്തിലധികം ദുശ്ശീലങ്ങളുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്. പിശാച് ബാധിതനൊക്കെ പറയുന്നുണ്ടല്ലോ, 2000 പിശാചുകൾ പുറത്തു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇതൊരു 2000 ദുസ്വഭാവങ്ങളാണ് ആ വ്യക്തിയിലുള്ളത്, 2000 സ്വഭാവ പ്രത്യേകതകളാണുള്ളത്. അപ്പോൾ ആ വ്യക്തി വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇത്രയും വലിയൊരു പിശാചിൻ്റെ കൂടാരമായിട്ട് ആ വ്യക്തി മാറുന്നതിന് മുമ്പ് ഓരോ ദിവസവും ബോധപൂർവ്വം ചുരുങ്ങിയത് ഒരു 10 കാര്യങ്ങളെങ്കിലും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ട് അതിൻ്റെ അഭിഷേകം സ്വീകരിക്കേണ്ടതായിരുന്നു. ഇന്ന് പല മനുഷ്യരും വീണ് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക് ആർക്കും ദൈവത്തിരുസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി അഭിഷേകവും കൃപയും സ്വീകരിക്കുവാൻ ഒരുപക്ഷെ വീഴ്ച വന്നിട്ടുണ്ടാകാം. അങ്ങനെയാണ് വലിയൊരു വീഴ്ച സംഭവിക്കുന്നത്. നോക്കുക, ആ കുടുംബത്തിൽ 2000 പിശാചുകൾ ആ മകൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ കുടുംബം ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് ഈ മകൻ ഒരു ശവകുടീരങ്ങൾക്കിടയിൽ പോയി താമസിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തകർച്ച ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായത്? കൃപ സ്വീകരിക്കുവാൻ ഓരോ ദിവസവും ആ മനുഷ്യൻ മടി കാണിച്ചു. അസ്വസ്ഥപ്പെടേണ്ട പല മേഖലകൾ വന്നപ്പോൾ പല കാര്യങ്ങളെയും ആശ്രയിച്ചു. അസ്വസ്ഥപ്പെടുന്ന പല വ്യക്തികളും ചുറ്റും വന്ന് പലതും കാണിച്ചപ്പോൾ, പല ഗോഷ്ഠികളും കാണിച്ചപ്പോൾ ആ മനുഷ്യൻ അതിനെല്ലാം പുറകെ പോയി നിന്ന് തുള്ളിക്കളിക്കാൻ പോയി. അത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ വലിയൊരു തകർച്ചയ്ക്ക് കാരണമായി. എന്നാൽ പോലും കർത്താവിൻ്റെ വചനം നമുക്കൊരു വലിയൊരു സന്തോഷം നൽകുന്നത് 2000 പിശാചുകളല്ല, 4000 പിശാചുകൾ കൂടെ ഉണ്ടെങ്കിലും, എത്ര വലിയ തകർച്ച ഒരു വ്യക്തിയിലുണ്ടായാലും കർത്താവ് ആ വ്യക്തിയെ അഭിമുഖീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒരുപക്ഷെ വീണ് പോകുന്നുണ്ടാകാം, വലിയ പൈശാചിക സാന്നിധ്യങ്ങളിൽ കുടുങ്ങി തകർന്ന് തരിപ്പണമായിട്ട് വീഴുന്നുണ്ടാകാം. ഒരുപക്ഷെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്? ആ വ്യക്തി അസ്വസ്ഥപ്പെടാൻ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ അസ്വസ്ഥതയുടെ കാരണമായിട്ടുള്ള ആ ഒരു മേഖലകളെ നമ്മൾ എത്രത്തോളം ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ നമ്മൾ ആരെയും മുഷിഞ്ഞു പറയാനോ പോകണ്ട. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ അസ്വസ്ഥതയുടെ കാരണങ്ങളെ, ആ അസ്വസ്ഥതയുടെ മേഖലകളെ ദൈവത്തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്നൊരു വിടുതൽ ലഭിക്കുന്നു. ആ വ്യക്തിയുടെ അസ്വസ്ഥതകൾ വിട്ടുമാറുന്നു. പ്രിയപ്പെട്ടവർ, ചുറ്റുമുള്ള വ്യക്തികളിലേക്കോ ചുറ്റുമുള്ള അസ്വസ്ഥതകളിലേക്കോ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, എല്ലാവരുടെയും മേൽ ദൈവം അനുഗ്രഹവും കൃപയും ചൊരിയുന്നുണ്ട്. നിൻ്റെ അസ്വസ്ഥതകൾ, നിൻ്റെ ദുഃഖങ്ങൾ, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, മറ്റുള്ളവരുടെ തളർത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് നീ സമർപ്പിക്കേണ്ട സമയമായി. ഓരോ ദിവസവും ഓരോരോ ചെറിയ കാര്യങ്ങൾ സമർപ്പിച്ചു വെച്ച് അനുഗ്രഹവും ശക്തിയും സ്വീകരിക്കേണ്ട സമയമായി. 2000 പിശാചുകൾ വന്ന് ഒരുമിച്ച് ഒരു മനുഷ്യനെ തള്ളി താഴെയിട്ട് അവൻ്റെ ജീവിതം തകർത്ത് കളയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, 2000 കുറവ് എന്നുള്ളത് 5000 കുറവുകൾ ഉണ്ടായിരിക്കാം. എന്നാലും ഓരോ ദിവസവും കുറവുകൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവേ, എൻ്റെ ഈ കുറവിനെ നീ കാണണമേ. ആ ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്തോളും. തൊട്ടടുത്ത ദിവസം അടുത്ത കുറവുകളെ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുറവുകളെ ഏറ്റെടുക്കുകയും വലിയ അഭിഷേകമായിട്ട് മാറുകയും ചെയ്യും. നമ്മളറിയണം, കുറവുകളുള്ള എല്ലാ വ്യക്തികളും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ വലിയ കൃപയുടെ നിറവുകളായി മാറി. മോശ എന്ന് പറയുന്ന വ്യക്തി ഒരു കൊലപാതകിയായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ അവിടെ നിന്ന് ഓടിപ്പുറപ്പെട്ട് ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചപ്പോൾ ആ മനുഷ്യൻ ലക്ഷക്കണക്കിന് ആളുകളെ നയിക്കുന്ന വലിയ ശക്തിയുള്ള ഒരു അഭിഷേകമുള്ള മനുഷ്യനായി മാറി. കുടുംബത്തിലെ എന്തൊക്കെ കുറവുകളും എന്തൊക്കെ അസ്വസ്ഥതകളുമുണ്ടോ ആ അസ്വസ്ഥതകളെല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് ഒരു കിതപ്പോടെ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ അസ്വസ്ഥതകളിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ബാഹ്യശക്തികൾ തകർക്കുന്ന ചില ചിന്തകളും പ്രേരണകളും നൽകുമ്പോൾ, അസ്വസ്ഥതകൾപ്പെടുത്തുമ്പോൾ അതിലൊന്നും നമ്മൾ അസ്വസ്ഥപ്പെടാതെ ഓരോ ദിവസവും കുറവുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഓരോ കാര്യങ്ങളും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ചുറ്റുമുള്ള അസ്വസ്ഥതകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ കുറവുകൾ നമ്മുടെ ദൈവം കാണുന്നു. ഓരോ ദിവസവും ദൈവം അനുഗ്രഹിക്കുന്നു. കുടുംബത്തെ സ്വർഗമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.